Hey guys, welcome back to my YouTube channel. രണ്ട് ടീ ലവേഴ്സിൻ്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് പുറപ്പെട്ട എൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. காலையில் 6 மணிலேருந்து நைட்டு 12 வரையும் கூட நான் டீ சாப்பிட்டுக்கினே இருப்பேன். ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് പോലും ഞങ്ങൾ നോക്കിയിട്ടില്ല. ചായ കുടിക്കണം എന്ന് പറഞ്ഞ് നേരെ വന്ന്. പിന്നെ ദേ 10 മണിക്കായിരുന്നു നമ്മുടെ ബസ്. കൊടൈക്കനാൽ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ അതിൽ കയറി പോകുന്നത്. എവിടേക്കാണ് പോകണമെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഞാൻ എന്തായാലും ഇതുവരെ പോകാത്തൊരു സ്ഥലത്തോട്ടാണ് പോണത്. ഞാൻ തേൻമൊഴി അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. കാർത്തുവാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവളുടെ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഈ ബസ്സും കയറി പോകുന്നത്. ഇപ്പോൾ സമയം 11 മണിയാണ്. അവിടെ എപ്പോൾ എത്തുന്നൊന്നും അറിയില്ല. ഇതേ പോകുന്ന വഴിക്ക് സിൽവർ ഫോൾസ് കണ്ട്. അതിലധികം വെള്ളമൊന്നുമില്ല. പിന്നെ ബസ്സിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ആരുമില്ല, ഞങ്ങൾ മാത്രം. പിന്നെ കണ്ടക്ടറും ഡ്രൈവറും. അങ്ങനെ അടിപൊളി റൈഡായിരുന്നു. ഭയങ്കര തിരക്കുണ്ടാവും, സീറ്റ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വന്നാൽ ഞങ്ങൾക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷെ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് പോണ ഓൾമോസ്റ്റ് എത്തി. ഒരു പിരിവെന്ന് പറഞ്ഞു. ആ പിരിവിന്ന് ഒരു റൈറ്റും ലെഫ്റ്റും ഉണ്ടായിരുന്നു. എല്ലാം നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ദിണ്ടുക്കൽ, പിന്നെ മധുരൈ, അവിടേക്ക് എത്തും. ഈ വഴി പോയി കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ പോകുന്ന സ്ഥലം എത്തും. നമ്മൾ പോകുന്ന സ്ഥലമാണ് താണ്ടിക്കുടി. താണ്ടിക്കുടിയിലെ കോഫി ബോർഡിൽ പോയിട്ട് അവിടുത്തെ കോഫി വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യാനാണ് പോകുന്നത്. ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ കാര്യമില്ല. പക്ഷെ ബസ്സിൽ തിരിച്ചു കൊണ്ടുവരുന്നതാണ് ടാസ്ക്. പോകാൻ നല്ല രസമൊക്കെ ഉണ്ട്. ബസ്സിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അടിപൊളിയായിട്ട് വന്നു. ബസ്സിൽ ആരുമില്ല. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് ബസ് ഉണ്ടോന്ന് അറിയില്ല ഒന്നാമത്. അഥവാ ഉണ്ടേ തന്നെ നമുക്ക് 20 ലിറ്റർ വെള്ളം കൊണ്ടുവരണം. വെള്ളം കൊണ്ടുവരാനായിട്ട് മറ്റേ ക്യാനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും അറിയില്ല. ബസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ കയറി കഴിഞ്ഞു വെച്ചാൽ കൊടൈക്കനാൽ എത്തും. അവിടെ നേരെ യൂണിവേഴ്സിറ്റി പോവാ, എല്ലാം എളുപ്പമായിരിക്കും. പക്ഷെ അതല്ലെങ്കിൽ നമ്മൾ മൂഞ്ചും. നോർമൽ റോട്ടിൽ നിന്ന് ഭയങ്കര റൂറൽ ആയിട്ടുള്ളൊരു വഴി കൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞാൻ ഇത്ര ഒന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഒരു റിസർച്ച് സെൻ്ററിലേക്കൊക്കെ പോകുന്ന സ്ഥിതിക്ക് ഞാൻ ഇങ്ങനെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇത്രയും റൂറൽ ആയിട്ടുള്ള രീതിയിൽ കൂടെ പോകുന്ന ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. പോകുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ എക്സാക്റ്റ് ഇവിടുത്തെ ട്രൈബ്സൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എന്തായാലും നമ്മൾ ഫൈനലി ഇവിടേക്കാണ് വന്നത്, കോഫി ബോർഡിലേക്ക്. അങ്ങനെ അതെത്തി. നമ്മുടെ ഫ്രണ്ടിലൊരു ചേച്ചി ഉണ്ടായിരുന്നു. ദേ ഈ കാണുന്ന ചേച്ചി. ഈ ചേച്ചി കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് സ്റ്റോപ്പ് പറഞ്ഞത്. ചേച്ചിക്ക് മനസ്സിലായി നമ്മൾ ഇങ്ങോട്ടാണ് വരണതെന്ന്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് പോലെയൊന്നുമല്ല. അത്യാവശ്യം നല്ല വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. ഭയങ്കര വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. ഞാൻ ശരിക്കും അത് എക്സ്പെക്റ്റ് ചെയ്തില്ല. ആൻഡ് ഇവിടുന്ന് ഉള്ള വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ കയറിപ്പോയപ്പോൾ തന്നെ സാറൊരു ലെക്ചർ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിയണവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടുത്തെ ഒരു ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കാമായിരുന്നു. അധികം ആൾക്കാരൊന്നും ഇല്ലാതെ നല്ല രസമുണ്ടായിരുന്നു. നല്ല സ്റ്റൈൽ. അങ്ങനെ നമ്മൾ എഫ്ലുവൻ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവിടെ എങ്ങനെയാണ് പ്രോസസ്സും കാര്യങ്ങളും ഒന്നും അറിയില്ല. അവർ നമ്മളോട് വരാൻ പറഞ്ഞു. നമ്മൾ പോവുകയാണ്. പിന്നെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് 3 പേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ അവർ ഇതേ നമുക്ക് കോഫിയുടെ ഇത് കാണിച്ചു തന്ന്. മരത്തിൽ നിന്ന് എങ്ങനെ കളക്ട് ചെയ്യണം അതൊന്നും കാണിച്ചു തന്നില്ല. അവർ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം കാണിച്ചു തന്നു. പിന്നെ ഇത് എങ്ങനെ പ്രോസസ്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇതായിരുന്നു ഗൈസ് ട്വിസ്റ്റ്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല നമ്മളെക്കൊണ്ട് എഫ്ലുവൻ്റ് എടുപ്പിക്കുമെന്ന്. അവരെന്നെ എടുത്തിരുന്നു വിചാരിച്ചു. പക്ഷെ ഒരു ബക്കറ്റിൽ നിന്ന് എത്ര വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോന്ന് പറഞ്ഞു. നമ്മളവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. കുറേ നേരത്തെ പരാക്രമമായിരുന്നു ഇതിനകത്ത്. നമ്മൾ വിചാരിച്ചു വേസ്റ്റ് വാട്ടർ അവർ പിടിച്ചിരുന്നു. പക്ഷെ അവർ പിടിച്ചു തന്നില്ല. നമ്മളെ അടുത്ത് തന്നെ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ മാസ്ക് ഒന്നും ഇല്ലാതെ പോയി. ഞാൻ മാസ്ക് ഒക്കെ ഇട്ട് ആ വേസ്റ്റ് വാട്ടറൊക്കെ പിടിച്ച് 20 ലിറ്റർ വേസ്റ്റ് വാട്ടറും അതിൻ്റെ കൂടെ ഞങ്ങളുടെ ടീച്ചർ വേറൊരു സാധനവും കൂടി എടുക്കാൻ പറഞ്ഞ്. അങ്ങനെ അതും എല്ലാം കൂടി ഒരു ലോഡ് വെയിറ്റ് ഉണ്ട്. അതെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടുന്ന് ബസ് 4:30-ക്കാണ്. പക്ഷെ ഒരു ഐഡിയ ഇല്ല ഗൈസ് ഇത് വെച്ചിട്ട് എങ്ങനെ ഇപ്പോൾ കോളേജ് എത്തുന്നത്. അത്രയും വെയിറ്റ് ഉണ്ട്. കാർത്തും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായി. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇവളും കൂടെ പെട്ടേനെ ഇതെല്ലാം വെച്ചിട്ട്. എൻ്റെ കയ്യിലും ഈ ഒരു ബാഗിൽ ഒരു 4 കിലോ weight ഉണ്ട്. പിന്നെ താഴെയുണ്ട്. താഴെ വെക്കാനൊക്കെ പറയുന്നുണ്ട് ഗൈസ്. എനിക്ക് റോഡിൽ വെക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. പക്ഷെ നല്ല സ്ഥലം. ട്രിപ്പ് മൂഡിലൊക്കെ വരികയാണെങ്കിൽ ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം. കൊടൈക്കനാലിൻ്റെയും ഒരു പാർട്ടാണ് ഇത് എന്നൊക്കെയാണ് പറയണത്. എനിവേ കൊള്ളാം. നല്ല സ്ഥലം, നല്ല മലയും കുന്നൊക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ ആൾക്കാരുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഒരു ഇത് ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷോക്കായി ഗൈസ്. ഒരു ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ബിലോ. 4-5 കവറ് അല്ല സെഞ്ചി ബാഗ്. തിരിച്ച് വരുന്ന വഴിക്ക് എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഭയങ്കര ലേറ്റായി. ഫൈനലി നമ്മൾ കൊടൈക്കനാലിൽ ഒരു ക്യാബ് ബുക്ക് ചെയ്താണ് റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.